പഞ്ചശുദ്ധികളിൽ ദേഹശുദ്ധി, വാക്ശുദ്ധി, ഈ രണ്ട് ശുദ്ധികളെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്കുള്ളത് മനഃശുദ്ധിയാണ്. ത്രികരണങ്ങളിൽ മനസ്സിൻ്റെ പ്രാധാന്യം ഏറെയാണ്. മനസ്സ് ദുഷിച്ചു കഴിഞ്ഞാൽ ജീവിതമാകവേ ദുഷിക്കും. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ജീവിതവും ശുദ്ധമാകും. മനസ്സ് തന്നെയാണ് വാക്കിനെ അശുദ്ധമാക്കുന്നത്. മനസ്സ് തന്നെയാണ് പ്രവൃത്തിയെ അശുദ്ധമാക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രവൃത്തിയെയും വാക്കിനെയും ശുദ്ധീകരിക്കുവാൻ മനഃശുദ്ധിക്കുള്ള പ്രാധാന്യം നാം തിരിച്ചറിയണം. മനസ്സാണ് ജീവിതത്തിൻ്റെ സർവ്വവ്യാപാരങ്ങളിലും സാന്നിധ്യം വഹിക്കുന്ന ഒരു ഘടകം. മനഃശുദ്ധി എന്തെന്ന് നോക്കാം. ആർജവം കരുണാ മൈത്രീ മാർദ്ദവം ച ധൃതിസ്ത്രപാ അദ്വേഷ പ്രണിധാനം ച മനഃശുദ്ധിം വിതന്വതേ. ആർജവം, ആർജവം എന്നത് വക്രതയില്ലായ്മ എന്നാണ്. ഋജുത്വമാണ് വക്രതയില്ലായ്മ, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്. അതാണ് ആർജവം. നമ്മുടെ ജീവിതത്തിൽ ആർജവം ഉണ്ടായിരിക്കണം. എന്തിനും ഏതിനും വളഞ്ഞ വഴി സ്വീകരിക്കരുത്, നേരെ ചൊവ്വയുള്ള വഴി സ്വീകരിക്കണം. കരുണ, മൈത്രി, സ്നേഹം, മാർദ്ദവം, ക്രൂരതയില്ലായ്മ, ധൃതിഹി, ധൈര്യം, ത്രപ, ലജ്ജ, അദ്വേഷ, ദേഷ്യമില്ലാതിരിക്കുക, കോപമില്ലാതിരിക്കുക, പ്രണിധാനം ച, ഏകാഗ്രത, ധ്യാനം, ഇവയും മനഃശുദ്ധിയെ വിദ്വന്നത ഉളവാക്കുന്നു. അപ്പോൾ മനഃശുദ്ധി ഉളവാക്കാനായിട്ട് ഇവിടെ മൊത്തം 8 കാര്യങ്ങൾ ഗുരു എടുത്തു പറയുന്നു. ആർജവമാണ് മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ആദ്യത്തെ തലം. ചില ആളുകൾ ആർജവമില്ലാത്ത വ്യക്തികളാണ്. അത് ഒരർത്ഥത്തിൽ അവരിലിരിക്കുന്ന ഭയം തന്നെയാണ് അതിൻ്റെ കാരണം. ചില വ്യക്തികൾ അവരുടെ വ്യക്തിത്വം ശോഷിക്കുമെന്ന് കരുതിയിട്ട്, വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കുമെന്ന് കരുതിയിട്ട് ആ വ്യക്തിത്വത്തെ അനാർജവമുള്ളതാക്കുന്നു, വളവുള്ളതാക്കുന്നു. നമ്മളൊരു കാര്യം ആർജവത്തോടെ പറയുന്നതിന് പകരം അത് ഭയന്ന ഒരു വ്യക്തി തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആ മൂടുപടം പിച്ചിച്ചീന്തുമെന്ന് കരുതിയിട്ട് അതിനെ സമീപിക്കുന്ന രീതി നമുക്കറിയാം. ചില വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നത് അത് അവരുടെ ആർജവമില്ലായ്മയാണ്. മനസ്സിൻ്റെ ശുദ്ധിയാണ് ഒരു വ്യക്തിയെ ആർജവമുള്ളതാക്കുന്നത്. ഏത് ആഘാതങ്ങളും ആരിൽ നിന്നും ഉണ്ടായാലും അത് താങ്ങാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ട്, ശക്തി അവർക്കുണ്ട്. അതാണ് ആർജവത്വത്തിൻ്റെ പ്രത്യേകത. മാത്രമല്ല, മനഃശുദ്ധി ഉള്ളവർ എപ്പോഴും കമ്പാഷനേറ്റ് ആയിരിക്കും, ദയയുള്ളവരായിരിക്കും, കരുണയുള്ളവരായിരിക്കും. കരുണ എന്നത് മനുഷ്യനിലെ ഉത്തമമായ ഒരു ഗുണമാണ്. നിങ്ങൾ എത്ര അറിവ് ആർജിച്ചാലും കാരുണ്യം നിങ്ങളിൽ ഇല്ലെങ്കിൽ ആ അറിവ് അസ്ഥാനത്തുള്ള അറിവാണ്. അറിവുള്ള വ്യക്തികൾ കരുണയുള്ളവരും ആയിരിക്കും. അവർ ക്രൂരരായിരിക്കില്ല ഒരിക്കലും. മാത്രമല്ല, അവർക്ക് സ്നേഹം, മൈത്രി എന്ന ഒരു ഗുണം അവർക്കുണ്ടായിരിക്കും. മൈത്രി ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ശുദ്ധിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മിത്രഭാവം ഉണ്ടാകും സകലതിനോടും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ക്രിസ്തു പറഞ്ഞു. അത് മിത്രതാഭാവം വളർത്തിയെടുക്കുമ്പോഴേ നമുക്ക് കഴിയുള്ളത്. ആരാണ് നിന്റെ യഥാർത്ഥ മിത്രം? എല്ലാവരും നമ്മളുടെ മിത്രങ്ങളാണ്. ഇതറിയുമ്പോൾ എല്ലാവരും ആത്മമിത്രങ്ങളായിട്ട് തീരുന്നു. എല്ലാവരും ആത്മസഹോദരങ്ങളായിട്ട് മാറുന്നു. അങ്ങനെ സ്നേഹം എന്ന് പറയുന്ന ഒരു ഗുണം നമ്മളിലേക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും. മാർദ്ദവം, ക്രൂരതയില്ലായ്മയാണ് മാർദ്ദവം. ഹൃദയത്തിൻ്റെ ഭാവമാണ് മാർദ്ദവം. ആ മാർദ്ദവം നമുക്ക് കിട്ടിയാൽ മനസ്സ് ശുദ്ധമായിട്ട് തീരും. മാർദ്ദവത്തിലൂടെ പെരുമാറണം.
മാർദ്ദവത്തിലൂടെ ഇടപെടണം, മൃദുവായിട്ട് സംസാരിക്കണം. ഇതൊക്കെ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ട് സാധിക്കുന്നതാണ്. ധൃതിഹി എന്ന് പറഞ്ഞാൽ ധൈര്യം. ധൈര്യം എന്ന വാക്ക് ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കുണ്ടാകുന്നതാണ്. സത്യസന്ധരായിരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമാണ് ധൈര്യം. അതാണ് ധൃതി എന്ന് പറയുന്നത്. ത്രപ എന്നത് ലജ്ജ. അധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് നാണം തോന്നണം. അധർമ്മം ചെയ്യുമ്പോൾ നാണമില്ലാത്ത ആളുകളാണ് പലപ്പോഴും സമൂഹത്തിലുള്ളത്. പക്ഷെ അതൊരു ഗുണമായിട്ട് വരണം. തെറ്റായൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നത്, ആ ലജ്ജ നമ്മുടെ ഭാവമായിട്ട് വരും. അപ്പോൾ ആ ലജ്ജ ഗുണമാണോ? അതൊരു ഗുണമാണ്. തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു ജാള്യത ഉണ്ടാകണം. അത് മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്ന ജാള്യത, ആ നാണം. അദ്വേഷ, ദേഷ്യമില്ലാത്ത അവസ്ഥ, കോപിക്കാതിരിക്കുക. ശുദ്ധമായ മനസ്സുള്ളവർ കോപിക്കുകയില്ല. കോപം അശുദ്ധ മനസ്സിൽ നിന്നാണ് വരുന്നത്. എവിടെ മനസ്സിൽ അശുദ്ധിയുണ്ടോ അവിടെ നിന്ന് കോപം ഉണ്ടാകുന്നത്. പ്രണിധാനം ച, പ്രണിധാനം എന്ന് പറഞ്ഞ ഏകാഗ്രത. മനസ്സ് ഏകാഗ്രമാകുമ്പോൾ അതിനെ തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പം ധ്യാനത്തിലൂടെ നമുക്ക് മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയും. അപ്പം മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട് 8 പ്രധാനപ്പെട്ട സംഗതികളെ കോർത്തിണക്കിക്കൊണ്ട് ഗുരു ഇവിടെ പറയുന്നു. പ്രണിധാനം, അദ്വേഷ, ത്രപ, ധൃതി, മാർദ്ദവം, മൈത്രി, കരുണ, ആർജവം. ഇതെല്ലാം മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഘടകങ്ങളാണ്. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ എല്ലാം ശുദ്ധമായിട്ട് തീരും. അശുദ്ധമായ മനസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അശുദ്ധമായിട്ട് തോന്നും നമുക്ക്. മനസ്സെന്ന സ്ക്രീനിലൂടെയാണ് നമ്മളെല്ലാം കാണുന്നത്. മനസ്സ് ഇടയിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ അനുഭവത്തിൻ്റെയും. ഏതൊരു അനുഭവത്തിൻ്റെയും ഇടയിൽ മനസ്സെന്ന ഒരു മിഡിൽ മാൻ, ഇടപാടുകാരൻ നിൽക്കുന്നുണ്ട്. ആ ഇടപാടുകാരനാണ് കാഴ്ചകളുടെ ശുഭാശുഭതകളെ നിർണയിക്കുന്നത്. അതുകൊണ്ട് ആണ് പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ എഴുതിയപ്പോൾ മനസ്സിനെ പ്രസന്നമാക്കാനായിട്ട് 4 വിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മൈത്രി, കരുണ, മുദിതോപേക്ഷാണാം, സുഖദുഃഖ പുണ്യാപുണ്യ വിഷയാണാം, ഭാവനാതഃ ചിത്തപ്രസാദനം. ചിത്തപ്രസാദനം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ശുദ്ധീകരണം എന്നാണ് അർത്ഥം. ഈ മനസ്സ് ശുദ്ധമായിട്ട് തീരാനായിട്ട് എന്ത് വേണം? മൈത്രി വേണം, കരുണ വേണം, മുദിത വേണം. മുദിത എന്ന് പറയുന്നത് സന്തോഷം, ഹർഷം. ഉപേക്ഷ വേണം. ഇവ എന്തിലൊക്കെ വേണം എന്നാണ് ഇനി പറയുന്നത്. ആത്മാനന്ദമുള്ള വ്യക്തികളുമായിട്ട് മൈത്രി വേണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ജീവിതത്തിൽ മൈത്രി ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കേണ്ടത് സ്വയമേ സന്തോഷമുള്ള വ്യക്തികളുമായിട്ടാണ്. മൈത്രി, കരുണ, സുഖ ദുഃഖ പുണ്യാപുണ്യ വിഷയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മൈത്രി സുഖത്തിനോട് ചേർന്ന് വരണം. സുഖം എന്ന് പറഞ്ഞാൽ ആനന്ദം. ആനന്ദമുള്ള വ്യക്തികളിൽ മൈത്രി ഉണ്ടാക്കണം. കരുണ ആരോട് കാണിക്കണം? ദുഃഖിതരായവരോട് കരുണയാണ് കാണിക്കേണ്ടത്, മൈത്രിയല്ല. പതഞ്ജലി ഇത് പഠിപ്പിച്ചു തരുന്നത് എങ്ങനെ ഒരു സോഷ്യലൈസ്ഡ് ലൈഫ് നയിക്കണം, സാമൂഹിക ജീവിതം നയിക്കുമ്പോൾ ഓരോ ഭാവത്തിലുള്ള വ്യക്തികളോടും എങ്ങനെ ഇടപഴകണം എന്ന് പഠിപ്പിക്കുകയാണ് പതഞ്ജലി. ആനന്ദമുള്ള വ്യക്തികളുമായിട്ട് സംസർഗം പുലർത്തണം നിങ്ങൾ. പക്ഷേ മൈത്രിയാണത് വേണ്ടത്, മിത്രഭാവം വേണം. അങ്ങനെ വന്നാൽ അവൻ്റെ ആനന്ദം നമ്മളിലേക്ക് വരും. മിത്രഭാവത്തിൽ രണ്ടും ഈക്വലാണ്. ആനന്ദത്തിൻ്റെ ഒപ്പം നിന്ന് കൊടുത്താൽ ആ ആനന്ദം നമ്മളിലേക്ക് വരും. ദുഃഖിതനുമായിട്ട് മൈത്രി ഉണ്ടാക്കരുത് നിങ്ങൾ. കാരണം അവൻ്റെ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖമായിട്ട് മാറും. അതുകൊണ്ട് ദുഃഖിതരുമായിട്ട് സൗഹൃദം സൃഷ്ടിക്കുന്നതിന് പകരം കരുണ കാണിക്കണം. കരുണയാണ് അവനോട് കാണിക്കുന്നത്. കാരുണ്യം എന്ന് പറഞ്ഞാൽ അവന് നമ്മൾ സഹായം ചെയ്യണം. അവനിൽ നിന്ന് ഇങ്ങോട്ടൊന്നും സ്വീകരിക്കരുത്. അവൻ്റെ ഭാവങ്ങളെ സ്വീകരിക്കരുത് നിങ്ങൾ. അവൻ്റെ ദുഃഖത്തെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അവൻ്റെ രോഗമുണ്ടാകും. അവൻ്റെ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖമായി മാറിയാൽ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളും
ആൻറ്റി ഡിപ്രസൻ്റ് കഴിക്കേണ്ടി വരും. വിഷാദ വിമുക്തമാകാനുള്ള മരുന്ന് കഴിക്കണം. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ ദുഃഖിതരായവരോട് എന്ത് കാണിക്കണം? കരുണയാണ് കാണിക്കേണ്ടത്, മൈത്രിയല്ല. ആ മൈത്രി കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അവനെ പോലെ നിങ്ങളും ദുഃഖിതനായിട്ട് തീരും. അവൻ്റെ ദുഃഖം നമ്മളുടെ ദുഃഖമായിട്ട് തീരും. അവൻ്റെ സുഖം നമ്മുടെ സുഖമായിട്ട് തീരണമെങ്കിൽ മൈത്രി ഒക്കെയാണ്. പക്ഷെ അവൻ്റെ ദുഃഖം നമ്മളുടെ ദുഃഖമായിട്ട് തീരണമെങ്കിൽ മൈത്രി അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ കരുണയാണ് ഉപയോഗിക്കേണ്ടത്. മുദിത, മുദിത എന്ന് പറഞ്ഞാൽ സന്തോഷം, ഹർഷം എന്നാണ്. അത് ആരോടാണ്? പുണ്യവാന്മാരുമായിട്ട്. പുണ്യപുരുഷന്മാരെ കാണുന്നത് ദർശന സൗഖ്യമായിട്ട്. അപുണ്യ വിഷയത്തിലോ ഉപേക്ഷ കാണിക്കണം. അതായത് ദോഷചരിതന്മാരുമായിട്ട് ദൂഷിതമായ ജീവിതം നയിക്കുന്ന വ്യക്തികളോട് ഉപേക്ഷയാണ്. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ് എടുക്കണം. അവരോട് മൈത്രി കാണിക്കരുത്, അവരോട് കരുണയും കാണിക്കരുത്. കാരണം ദോഷചരിതനോട് കരുണ കാണിച്ചാൽ ചിലപ്പോൾ ആ കാരുണ്യം നമുക്ക് അസ്ഥാനത്താവുകയും അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരികയും ചെയ്യും. അതൊരു ഉപേക്ഷയോട് കൂടിയിട്ടിരിക്കണം. വെറുക്കാനും പാടില്ല. ഉപേക്ഷ വെറുപ്പല്ല. ഉപേക്ഷ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കണം. അതിനെ കള്ളന്മാരോടും കൊള്ളക്കാരോടും ഒക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ പ്രതിയോഗിതയിൽ നിന്ന് നമുക്ക് അവൻ്റെ ക്വാളിറ്റികൾ നമ്മളിലേക്ക് വരും. അവൻ കൊണ്ടു നടക്കുന്ന അക്രമോത്സുകതയും മാനസികാവസ്ഥയൊക്കെ നമ്മുടെയും മാനസികാവസ്ഥയായിട്ട് വരും. നിങ്ങൾ ഒരു വൃത്തികെട്ട മനസ്സുള്ളൊരു വ്യക്തിയുമായിട്ട് ശത്രുതയിൽ ഏർപ്പെട്ടു നോക്കൂ. നിങ്ങൾ നല്ലവനായിരിക്കാം, സജ്ജനമായിരിക്കാം, സാത്വിക മനസ്സുള്ളവനായിരിക്കാം. പക്ഷെ ഒരു വർഷം കൊണ്ട് അയാളുടെ വൃത്തികേടുകൾ മുഴുവൻ നിങ്ങളുടെ വൃത്തികേടായിട്ട് മാറും. കാരണം അവനെതിരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപായങ്ങളും നിങ്ങൾ അവനെതിരെ പ്രയോഗിച്ചാലേ അവനെതിരെ വിജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത്തരം വ്യക്തികളോട് ഉപേക്ഷ കാണിക്കുകയാണ് വേണ്ടത്. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ അതിനെ ശ്രദ്ധിക്കാതിരിക്കുക. ശ്രദ്ധ കൊടുത്താൽ നമ്മൾ ശത്രുവായിട്ട് തീരും അദ്ദേഹത്തിൻ്റെ. പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിത്തപ്രസന്നതയ്ക്ക് വേണ്ടിയിട്ട് ഗുരുവിടെ എടുത്തു പറയുന്ന ഗുണങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിസത്തയിൽ കണ്ടെത്തിയാൽ നിങ്ങളുടെ ചിത്തവും പ്രസന്നമാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അദ്വേഷ. ആരോടും ദ്വേഷം ഉണ്ടാക്കിയെടുക്കരുത്, ശത്രുതാ മനോഭാവം വളർത്തിയെടുക്കരുത്. യഥാർത്ഥത്തിൽ എല്ലാറ്റിലും ഈശ്വരനെ കാണുമ്പോൾ നമുക്ക് ശത്രുതാ മനോഭാവം വിട്ടുപോകും. ഈശ്വരനെ കാണാനുള്ളൊരു കണ്ണ് വേണം നമുക്ക്. അതിനെയാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത് തന്നെ. ഭക്തിയിൽ നമ്മൾ സർവ്വയിടത്തും ഈശ്വര ദർശനം ഉണ്ടാകും. അത് നമുക്കൊന്നിനെയും ദ്വേഷിക്കാൻ കഴിയില്ല. അദ്വേഷ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ഭഗവത്ഗീതയിൽ ഭക്തി യോഗം എന്ന 12ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണ അർജുനനോട് പറയുന്നു, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമി. യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് അദ്വേഷ്ട, ഒന്നിനോടും ദ്വേഷം വെച്ച് പുലർത്താത്തവനും, സർവഭൂതാനാം മൈത്ര കരുണ ഏവച, എല്ലാ ജീവികളോടും മൈത്ര കരുണ, കാരുണ്യവും മൈത്ര ഉള്ള ആളും, നിർമ്മമൻ എന്നാൽ നിർമ്മമനുമായിരിക്കും, മമതയില്ലാത്തവനും, നിരഹങ്കാര അഹങ്കാരമില്ലാത്തവനും, സമദുഃഖ സുഖക്ഷമി സുഖദുഃഖങ്ങളിൽ സമമായിട്ടിരിക്കുന്നവനും, ഏത് പ്രശ്ന സങ്കീർണതകളോ നമുക്കുണ്ടാകാലും അതിൽ ക്ഷമ കാണിക്കുന്നവനുമായിരിക്കും. അതാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ചിത്തം പ്രസന്നമാകാനായിട്ട് ഗുണപരമായ ഒത്തിരി വശങ്ങൾ നമ്മളിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ ഗുണങ്ങളെ ഒന്നൊന്നായിട്ട് എണ്ണിയാണ് ഗുരുവിടെ പറയുന്നത്. മാർദ്ദവം എന്നത് നല്ല ഒരു ഗുണമാണ്. ഹൃദയശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ക്രൂരതയില്ലാതിരിക്കാൻ കഴിയുള്ളൂ. നല്ല ആളുകൾ എന്ന് പറയുന്നവർ പോലും അവൻ്റെ ജീവിതത്തിൽ സ്വാർത്ഥത മുറ്റി നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അവൻ ക്രൂരനായിട്ട് തീരുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ സുഖത്തിൻ്റെ മാത്രം പരിരക്ഷകരായിട്ട് തീരുമ്പോൾ അവൻ്റെ സുഖം നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ ആ സുഖം തിരിച്ചെടുക്കുവാനായിട്ട് അവൻ ക്രൂരത കാണിച്ചെന്ന് വരാം. അതവൻ്റെ ചിത്തപ്രസന്നത ഇല്ലായ്മ കൊണ്ടാണ് അങ്ങനെ വരുന്നത്.
ചിത്തപ്രസന്നനായ ഒരാൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ക്ഷമയോടുകൂടി അതിനെ നേരിടുകയും ഒരിക്കലും ദ്വേഷം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു, ക്രൂരത കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്വേഷ മാർദ്ദവം